വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ട് റെസിപ്പിയാണ്, അതായത് ബർഗർ. അപ്പൊ ഇതിനു മുൻപ് ഞാൻ വെജിറ്റബിൾ ബർഗർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് ചിക്കൻ ബർഗർ ആണ്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് സ്കൂൾ ഓപ്പൺ ആവുകയാണ്, പ്രത്യേകിച്ച് UAE-യിൽ. അപ്പൊ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടണ്ടേ നമുക്ക്. അപ്പൊ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ബർഗറാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ മുഴുവനും കാണണം, അതിൽ കൊച്ചു കൊച്ചു പോയിന്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മാത്രമല്ല ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ടിഫിൻ ബോക്സ് ഐറ്റംസ് കുറച്ച് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന്. അതുപോലെ തന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഐഡിയാസ് എങ്ങനെയാണ് ചേച്ചി പാക്ക് ചെയ്യാറുള്ളത്, അതിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങളുടെ എന്താണ് അഭിപ്രായം, നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ഈസി ആയിട്ടുള്ള ചിക്കൻ ബർഗർ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ചിക്കൻ ബർഗർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കനാണ്. ഇത് ചിക്കൻ ബ്രസ്റ്റ് ആണ്, ഫ്രഷ് ചിക്കൻ ബ്രസ്റ്റ്. അതിൽ നിന്ന് നന്നായി വാഷ് ചെയ്യുക. അതിനുശേഷം അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെള്ളമെല്ലാം നന്നായിട്ട് തുടച്ചതിന് ശേഷം ഒരു ചോപ്പറിലിട്ടിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ അടുത്ത് ചോപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. അത് മിക്സി ഇല്ലെങ്കിൽ നല്ല നൈസാക്കി അങ്ങ് അരിഞ്ഞ് എന്താ പറയുക, അരിഞ്ഞിട്ട് വീണ്ടും വീണ്ടും അതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി. അപ്പോഴും ഇതുപോലെ നമുക്ക് കിട്ടും. ഒരുപാട് അങ്ങ് അരച്ചെടുക്കണ്ട. മിൻസ്ഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ചിക്കനിലോട്ട് ആദ്യമായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മയണൈസ് ആണ്. മയണൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹോം മെയ്ഡ് മയണൈസ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പൊ മുട്ട ചേർത്ത് മയണൈസ് എടുക്കാം, മുട്ട ചേർക്കാത്ത മയണൈസ് ആയാലും പ്രശ്നമില്ല. അപ്പൊ അതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ മയണൈസ് ചേർത്ത് കൊടുക്കാം. ജ്യൂസി ആയിട്ട് വരാനാണ് നമ്മൾ മയണൈസ് ചേർക്കുന്നത്. അപ്പൊ ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ബർഗർ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ മയണൈസ് ഒഴിവാക്കാം. ഓക്കെ, പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പച്ചമുളക്. വളരെ നൈസാക്കി അരിഞ്ഞിരിക്കുന്ന പച്ചമുളക് ഒരു 6 എടുത്തിട്ടുണ്ട്. ഇപ്പൊ കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പച്ചമുളക് ഒഴിവാക്കാം. അതിന് പകരമായിട്ട് പെപ്പർ പൗഡർ ഇട്ട് കൊടുത്താൽ മതിയാവും. നമ്മളെപ്പോലെ വലിയവർ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഭയങ്കര ടേസ്റ്റ് ആണ്. പച്ചമുളകിന് ഒട്ടും ലുബ്ധ കാണിക്കേണ്ട. അപ്പൊ 6 പച്ചമുളക് വളരെ നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിന് ഒരുപാട് എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളകിന്റെ എണ്ണം കുറയ്ക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ സ്പൈസസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ മറക്കരുത്. ഇപ്പൊ നമ്മള് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ബർഗറാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം സ്പൈസി അല്ലെങ്കിൽ ഇവിടെ ആരും കഴിക്കില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ആണെങ്കിൽ ഉപയോഗിക്കാം, പക്ഷെ ഞാൻ 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി വളരെ നൈസാക്കി അരിഞ്ഞത്, അല്ലെങ്കിൽ ഗാർലിക് പൗഡർ ചേർത്താലും മതിയാവും. അത് ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ഉപ്പ്. ഉപ്പിന്റെ അളവ് നമുക്ക് ടേസ്റ്റ് ചെയ്താൽ തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഒരു ചെറിയ പോർഷൻ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവ് പോലെ തോന്നുകയാണെങ്കിൽ എക്സ്ട്രാ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഒരുപാട് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ബർഗർ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതില് വേണമെങ്കിൽ നമ്മുടെ മല്ലിയില ചേർക്കാം. വളരെ നൈസായിട്ട് മല്ലിയില അങ്ങ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ മല്ലിയില ഇടുന്നില്ല. അപ്പം ഞാനിതെല്ലാം കൂടി അങ്ങ് ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു ഐറ്റം കൂടി ചേർക്കേണ്ടതുണ്ട്, അതായത് ബ്രെഡ് ക്രംസ്. നമ്മുടെ വീട്ടിലെ ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ബ്രെഡ് ക്രംസ് ആവും. അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്താലും മതി. അപ്പം എല്ലാ ഭാഗത്തേക്കും മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. 4 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്നും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. ഈ ചിക്കനിൽ ഒരുപാട് വെള്ളം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. അതായത് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ ഇത്ര എളുപ്പമാണ്, വളരെ എളുപ്പമാണ് സംഭവം ഉണ്ടാക്കാൻ. അപ്പോൾ എന്തായാലും നമുക്കിത് 5 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. അപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനൊരു ചെറിയ കുഞ്ഞ് ബൗൾ പോലെ ഇങ്ങനെ എടുത്ത് ഉരുട്ടിയിട്ട് ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ കുറച്ച് പുളി കുറവാന്ന് പറഞ്ഞു. മയോല അത്ര പുളിയില്ല. അതുകൊണ്ട് നമുക്ക് 1/2 ചെറുനാരങ്ങ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അങ്ങ് മിക്സ് ചെയ്യാം. ചെറിയ പുളി ഇരുന്നോട്ടെ, ഒരുപാട് പുളി പാടില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന മയോണൈസിന് കൂടുതൽ പുളിയുള്ളതാണെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ ആവശ്യമില്ല. പക്ഷെ പുളി നോക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ
ഉണ്ടാക്കി നോക്കാൻ മറക്കരുത്. ഒരു ചെറിയ പോർഷൻ എന്തായാലും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ബ്രെഡ് ക്രംസ് കുറവ് പോലെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം. മാത്രമല്ല ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ ലീവ്സ്, ഒറിഗാനോ ലീവ്സ് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഒറിഗാനോ ലീവ്സ് ഇടാം നമുക്ക്. പിന്നെ എന്താ പറയുക, ഗ്രീൻ ഓണിയൻസ് ഇടാം, അതിൻ്റെ ലീവ്സ് ഇടാം, അല്ലെങ്കിൽ കൊറിയാണ്ടർ ലീവ്സ് ഇടാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ എന്തായാലും പച്ചമുളക് മാത്രമേ ഇടുന്നുള്ളൂ. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇച്ചിരി വലിയതായിട്ടാണ്, കാരണം ഞാൻ എടുത്തിരിക്കുന്ന ബർഗർ കുറച്ച് വലിപ്പമുള്ളതാണ് കേട്ടോ. അപ്പം അതനുസരിച്ച്, അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ ബർഗർ ബണ്ണാണെങ്കിൽ അതിനനുസരിച്ച് ഇതിൻ്റെ അളവങ്ങ് ചെറുതാക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കയ്യിലങ്ങനെ എടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ രീതിയിൽ, ഇതിൽ പിന്നെ ഒന്നും മുക്കാനൊന്നുമില്ല. അവ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ബ്രെഡ് ക്രംസിൽ ഒന്ന് കവർ ചെയ്യാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എന്ത് പറ്റിയെന്നറിയോ, ബ്രെഡ് ക്രംസ് ഇങ്ങനെ കരിഞ്ഞു പോണു, പക്ഷെ ഉള്ളിൽ കുക്കാവണില്ല. അതുകൊണ്ട് ബർഗർ പാറ്റീസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒരിക്കലും അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പം ഇത് വെച്ച് കയ്യിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പരത്തി നമുക്ക് ഒരിച്ചിരി വലിയൊരു ബർഗർ പാറ്റീസ് ആയിട്ട് മാറ്റണം. അപ്പോൾ ദേ ഞാൻ എന്താണെന്നറിയാമോ, ഒരു അലുമിനിയം ഫോയിൽ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ നല്ല ഈവൻ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ പരത്താൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഉപയോഗിക്കുന്ന ബർഗർ ബണ്ണ് കുറച്ച് വലുതായതുകൊണ്ട് ഇത്രയും വലുതാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. തിക്നെസ് ഇത്രയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തിക്നെസ് കുറവ് മതി എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തോളൂ. ചെറിയ ബർഗർ ബണ്ണാണെങ്കിൽ അതിനനുസരിച്ച് ചെറിയതായിട്ടുള്ള പാറ്റീസ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാതും പരത്തി വെക്കാം. പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഇന്ന് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ പാറ്റീസ് റെഡിയാക്കിയതിന് ശേഷം ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ ഫ്രീസറിൽ വെക്കുമ്പോൾ ഇതേപോലെ വെക്കുക. ഇതിൻ്റെ മുകളിൽ വീണ്ടും ഒരു അലുമിനിയം ഫോയിൽ വെക്കുക, അതിൻ്റെ അടുത്ത് വെക്കുക, അങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാനും, അതായത് ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോൾ ഒട്ടി പിടിക്കാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പ് വെച്ചിട്ടും ചെയ്യാം. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് കുറച്ചും കൂടെ കട്ടിയുള്ള ഇതേപോലുള്ള അലുമിനിയം ഫോയിൽ വെക്കാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഒരു വലിയ സിബ്ലോ കവറിൽ ഇതെല്ലാം കൂടിയിട്ട് വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് നമുക്ക് കുറച്ച് നേരത്തിന് മുമ്പ് പുറത്തെടുത്ത് വെക്കുക. അതിനുശേഷം അങ്ങ് ആവശ്യമുള്ള സമയത്ത് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇതേപോലെ തന്നെ പരത്തിയെടുക്കട്ടെ കേട്ടോ. ഇതാ ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഗ്രില്ല് ചെയ്തെടുക്കാം. നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ഗ്രില്ല് ചെയ്യാനുള്ള പാൻ ഉണ്ടെങ്കിൽ ഇത് എടുത്തോളൂ. അതല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള നമ്മൾ മുട്ടയൊക്കെ ഉണ്ടാക്കുന്ന പാൻ എടുത്താലും മതിയാവും കേട്ടോ. അതായത് ഒരുപാട് എണ്ണ നമ്മളിത് ഒഴിക്കേണ്ട. ഗ്രില്ല് ചെയ്യുമ്പോൾ അത്യാവശ്യം ജസ്റ്റ് അതിന്റെ ഹാഫ് പോർഷൻ മുങ്ങി കിടക്കുന്ന രീതിയിലുള്ള എണ്ണ മതി. ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നോർമലി ഇതൊക്കെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല, ഓയിൽ ഉപയോഗിച്ചാൽ മതിയാകും. ഇത് മീഡിയം ചൂടാവട്ടെ നമ്മുടെ ഗ്രില്ല്. അതിനുശേഷം നമുക്ക് ഈ ചിക്കൻ്റെ പാറ്റീസ് വെച്ച് കൊടുക്കാം. ഓക്കെ, എത്ര മതിയാകും. നമുക്ക് ഇത് ഓൺ ചെയ്ത് കൊടുക്കുക. ചൂടാവട്ടെ കേട്ടോ ഓയിൽ. പിന്നെ നിങ്ങൾ ഇടുന്നേക്കാളും മുൻപായിട്ട് മിഡിൽ പോർഷനിൽ ജസ്റ്റ് തമ്പുണ്ട്, അതായത് നമ്മുടെ തള്ളവിരൽ വെച്ചിട്ട് ഒരു കുഴി കുഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഓയിൽ ആ ഭാഗത്തേക്ക് പോയിട്ട് എല്ലാ ഭാഗത്തേക്കും പെട്ടെന്ന് തന്നെ ഈവനായി കുക്കായി കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യുവേ. അപ്പോൾ എന്തായാലും ഇത് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ മീഡിയം ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ ബർഗറിൻ്റെ പാറ്റീസ് ഇട്ട് കൊടുക്കുകയാണേ. മീഡിയം ഫ്ലെയിം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിപ്പോൾ ഇച്ചിരി വലുതായത് കൊണ്ട് ഒരു 6-7 മിനിറ്റ് ഒരു സൈഡ് കുക്ക് ചെയ്യാം. അതിനുശേഷം തിരിച്ചിടുക. രണ്ടാമത്തെ സൈഡിൽ ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്യുക. അതിനുശേഷം പുറത്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ പുറത്ത് ഒരു 80% കുക്കാകുമ്പോൾ നമ്മൾ പുറത്തെടുത്ത് വെക്കുക. അപ്പോൾ ആ ചൂടിലിരുന്നിട്ട് അത് കുക്കായിക്കോളൂ കേട്ടോ. ഓവറായി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുമാതിരി ഭയങ്കര റബ്ബറിഷ് പോലെയാവും ഈ സംഭവം. അതൊന്ന് ശ്രദ്ധിക്കുക. ഈ ഭാഗത്തും തമ്പിൻ ബ്രഷും കൊടുത്തോളൂ. ഒരു പാറ്റീസ് കുക്ക് ചെയ്തിട്ട് നിങ്ങളൊന്ന് മുറിച്ച് കഴിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ കുക്കിംഗ് ടൈം അതിനനുസരിച്ച് അടപ്പിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റുണ്ടാവും. അതനുസരിച്ച് കുക്കിംഗ് ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് തിരിച്ചിടാം കേട്ടോ. ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ സൈഡിൽ 6 മിനിറ്റും പിന്നത്തെ ലാസ്റ്റ് സൈഡിൽ 5 മിനിറ്റാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റാം. അതുപോലെ തന്നെ എല്ലാതും ഉണ്ടാക്കിയെടുക്കുക. എത്ര വേണം അത്രയും ഉണ്ടാക്കിയെടുക്കുക. ബാക്കിയുള്ളത് ഇതുപോലെ പാറ്റീസ് ആയിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം. എത്ര ദിവസം വേണമെങ്കിലും 1 മാസത്തിലപ്പുറം ഇരുന്നോളും. അപ്പോൾ അടുത്തത് ഞാൻ ഉണ്ടാക്കട്ടെ കേട്ടോ. ഞാൻ ഇതിലെന്ത് ചെയ്തെന്ന് അറിയാമോ, കുറച്ച് സവാള കുനുകുന അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്, കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഒറിഗാനോ ചേർത്തിട്ടുണ്ട്. പക്ഷേ ഈ ഓണിയൻ ചേർക്കുന്നത് പിള്ളേർക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഓണിയൻ ചേർക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ചും അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചും ഇത് ചേർക്കുന്ന ഐറ്റംസിൻ്റെ ഒക്കെ മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ചിക്കൻ പാറ്റീസ് ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടിയുള്ള സോസ് പോലെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് താല്പര്യമില്ലെങ്കിൽ വെറുതെ മയണൈസ് മാത്രം ഉപയോഗിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മയണൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നില്ലെങ്കിൽ ഗാർലിക്കിൻ്റെ പൗഡർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ ഫ്രഷ് ഗാർലിക്ക്. ഞാൻ ഒരു ഗാർലിക്ക്, അതായത് വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്, അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. നമുക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ സ്പൈസി ചില്ലി സോസ് 2.5 ടേബിൾ സ്പൂൺ. ഇത് കൂടുതൽ ഉണ്ടാക്കി വെച്ചാലും കേടാവില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. മിക്സ് ചെയ്യുക. അപ്പോൾ സ്പൈസ് ലെവൽ കുറവ് മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതിൻ്റെ അളവ് കുറച്ചോളൂ കേട്ടോ.
നമ്മൾ ഡൈനമൈറ്റ് ചിക്കൻ എത്ര പേര് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്? ഞാൻ ഡൈനമൈറ്റ് ചിക്കനും ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മഷ്റൂമും ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ പേരുണ്ടാക്കിയിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ കാണാൻ മറക്കരുത്, ലിങ്ക് ഞാൻ താഴെ തരാം കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന സ്വീറ്റ് ചില്ലി സോസ് ആണ്. അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് സ്വീറ്റ് ചില്ലി സോസ് എളുപ്പത്തിൽ ഉണ്ടാക്കാന്നുള്ള വീഡിയോ. അത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഹണിയാണ്, 1 ടേബിൾ സ്പൂൺ. ഹണി ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മൾ ബർഗറിന്റെ ബണ്ണിൽ 2 സൈഡിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്ന സോസ്. ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ ഇത് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ മയണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതിയാകും. ഞാൻ ഇതിന്റെ ടേസ്റ്റ് നോക്കട്ടെ, എന്നിട്ട് ഉപ്പ് കുറവ് പോലെ തോന്നുകയാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് സൂപ്പർ. ഇതിന് ഉപ്പൊന്നും വേണ്ട, എല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പൊ നമുക്ക് സോസ് റെഡിയാണ്. ഇനി നമുക്ക് അസംബിൾ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇത് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബണ്ണെടുക്കുക, അതൊന്ന് മുറിക്കാം. ബണ്ണ് മുറിച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ടോസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കാം, ടോസ്റ്റ് ചെയ്യാണ്ട് ഉണ്ടാക്കാം. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്യാം. ടോസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ബട്ടർ ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ നമ്മുടെ ഗ്രില്ല് ചൂടാക്കിയതിന് ശേഷം അതിൽ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ ഗ്രില്ല് ചൂടായിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. ഇത് ബണ്ണ് പലതരത്തിൽ കിട്ടും കേട്ടോ. ഞാനിങ്ങനെ നോക്കി ചിലതിങ്ങനെ ഭയങ്കര ചെറുത്, ചിലതിങ്ങനെ അമങ്ങിയിരിക്കുന്നുണ്ടാവും. ഉള്ളതല്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ബണ്ണ് ഉണ്ടാക്കിയതിന് ശേഷം, നീ ബേക്ക് ചെയ്തതിന് ശേഷം അടുത്തുണ്ടാക്കാം. ഞാൻ പറഞ്ഞു ശരി, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി അടുത്തത് നമുക്ക് ബണ്ണ് ബേക്ക് ചെയ്യാം. അപ്പൊ ഇത് നന്നായിട്ട് ഒന്ന് ഗ്രില്ലായി കിട്ടട്ടെ, അതിനുശേഷം നമുക്ക് അസംബിൾ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ ബണ്ണ് ഗ്രില്ലായിട്ടുണ്ട്, നമുക്ക് ഓഫ് ചെയ്യാം. ചെറിയൊരു ഗോൾഡ് ഷെയ്ഡ് വന്നിട്ടുണ്ടല്ലോ, അത് മതി, ഒരുപാട് ആവണ്ട, അപ്പൊ പിന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ബണ്ണിന്റെ ബേസ് എടുക്കുക, അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താട്ടോ. ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ലേ. അപ്പൊ ചേട്ടനാണെങ്കിൽ ഒരുപാട് സോസ് ഒന്നും ഇഷ്ടമില്ല. അതേസമയം അവിക്കും നന്ദുവിനും നല്ലോണം സോസ് വേണം. അപ്പൊ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അമ്മമാര് അതൊക്കെ മാറ്റം വരുത്തിക്കോളൂ കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ഇതിന്റെ മുകളിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കന്റെ പാറ്റീസ് വെച്ച് കൊടുക്കാം. ഞാൻ കുറച്ച് വലുതാക്കിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിന്റെ മുകളിൽ ഞാൻ ലെറ്റ്യൂസ് ആണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷേ ടൊമാറ്റോ കെച്ചപ്പ് ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല. ഓൾറെഡി നമ്മൾ ആ സോസിൽ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട കാരണം ഇനി ഞാൻ ഇടുന്നില്ല. ഞാൻ ലെറ്റ്യൂസ് ആണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇനി ഇതിന്റെ മുകളിൽ ഞാനൊരു ടൊമാറ്റോ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ പോകുന്നത് ഓണിയൻ ആണ്. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫ്രഷ് ഓണിയൻ ആണ്. അതേസമയം ഇപ്പോൾ ചിലവർക്ക് ഇത് ഓണിയൻ നന്നായിട്ട് കാരമലൈസ്ഡ് ചെയ്തിട്ട് ഉപയോഗിക്കാനാണ് ഇഷ്ടം. അതല്ലെങ്കിൽ ചിലവർ വിനീഗറും ഉപ്പും പഞ്ചസാരയും വെള്ളവും കൂടെ ചേർത്ത് മിശ്രിതത്തിൽ ഓണിയൻ ഇട്ട് വെച്ചതിന് ശേഷം അതെടുത്തിട്ട് ഇതിന് മുകളിൽ വെക്കും. അപ്പം എങ്ങനെയാണെങ്കിലും നന്നായിരിക്കും. പക്ഷേ ഇവിടെ ചേട്ടനൊക്കെ ഓണിയൻ ഇതേപോലെ ഫ്രഷ് ആയിട്ടുള്ളതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ എൻ്റെ പിള്ളേർക്കാണെങ്കിൽ ഓണിയനും ടൊമാറ്റോ ഒന്നും ഇഷ്ടമില്ല. അതുകൊണ്ട് ആവിക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ഈ സോസും ഇതേപോലത്തെ ലെറ്റ്യൂസും ബണ്ണും മാത്രമേ വെക്കാറുള്ളൂ. ഇനി ഇതിന്റെ മുകളിലും നമ്മുടെ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് സോസിന് പകരമായിട്ട് ടൊമാറ്റോ കെച്ചപ്പ് ഈ സമയത്ത് ഈ ഭാഗത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അതിന്റെ മുകളിലോട്ട് വെച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ഈസി ആയിട്ടുള്ള അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബർഗർ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇതിന്റെ ഫോട്ടോ എല്ലാം എടുത്തതിന് ശേഷം കൊണ്ടുവരാം കേട്ടോ. അപ്പൊ ഞാൻ ഫോട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാ വെച്ചാൽ അസംബിൾ ചെയ്തോളൂ. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ചിക്കൻ കഴിക്കാത്ത കാരണം എനിക്ക് ചിക്കൻ ഇത് കഴിച്ച് കാണിച്ചു തരാൻ നിർവാഹമില്ല. ഞാനൊന്ന് മുറിച്ച് നോക്കിയാലോ നമുക്ക്? ജാൻ ചേട്ടനും അവിയൊക്കെ വരുമ്പോൾ കൊടുക്കാം. ഇത് സ്ലൈഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ മുറിച്ചിട്ടുണ്ട്. സംഭവം സൂപ്പറാണ്. ഇവിടെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അതിനുശേഷം അഭിപ്രായം പറയാം. ലാസ്റ്റ് വീക്കിട്ടിരുന്ന നമ്മുടെ മുട്ടയില്ലാത്ത അച്ചപ്പത്തിന്റെ വീഡിയോ അതുപോലെ തന്നെ പൈനാപ്പിൾ പിക്കിളും കാണാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.